ഇവിടെ വെച്ച് വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പ്രൂവ് ചെയ്യണം. ബേർഡൻ ഓഫ് പ്രൂഫ് ബിലോങ്സ് ടു ഹിം. ഇവിടെ വെച്ച് ഉപേക്ഷിക്കും. ബൈബിളിൽ ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രതിനിധിയാണ്. 2000 ആണ്ടിലെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചരിത്രത്തിൽ 27 പുസ്തകങ്ങളുള്ള ക്രിസ്ത്യാനിത്വത്തിന്റെ ആധാരശിലയായ പുതുനിയമത്തിൽ എവിടെങ്കിലും മനുഷ്യനെ അന്യമതസ്ഥനെ കൊല്ലാൻ ഒരു വചനം, ഒറ്റ വചനം. ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ആദ്യം എനിക്കൊരു വചനം ചെറുതായിട്ടൊന്ന് വായിക്കാനുള്ള, കാരണം ഞാൻ വചനം ബേസ്ഡാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ തിരുവചനം, ഇത് നിയമാവർത്തന പുസ്തകമാണ്. ഞാനിത് ന്യൂ ടെസ്റ്റ്മെന്റ് വെച്ച് പ്രൂവ് ചെയ്യാം. ദയവ് ഇതിപ്പോൾ ഇടപെടരുത്. നിയമാവർത്തന പുസ്തകം 17-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ശക്തിയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞ് നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം. ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടത്തിയിരിക്കുന്നെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം. നിയമാവർത്തന പുസ്തകം തന്നെ 13-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യം. നിന്റെ സഹോദരനോ മകനോ മകളോ നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യയോ ആത്മമൃത്തമോ നിനക്കും നിന്റെ പിതാക്കന്മാർക്കും അജ്ഞാതരായ അഗ്നിദേവന്മാരെ നമുക്ക് സേവിക്കാമെന്ന് പറഞ്ഞ് രഹസ്യമായി നിന്നെ വശീകരിക്കാം. ആ ദേവന്മാർ നിനക്ക് ചുറ്റും വസിക്കുന്ന അടുത്തോ അകലെയോ വസിക്കുന്ന ജനതകളുടെ ദേവന്മാരായിരിക്കാം. എന്നാൽ നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ ചെയ്യരുത്. അവനോട് കരുണ കാണിക്കരുത്, അവനെ വെറുതെ വിടരുത്, അവനെ കുറ്റം ഒളിച്ചു വെക്കരുത്, അവനെ കൊല്ലുക തന്നെ വേണം. അവനെ വധിക്കാൻ നിന്റെ കരമാണ് ആദ്യം ഉയരേണ്ടത്. പിന്നീട് ജനം മുഴുവൻ്റെയും. നീ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്തെന്നാൽ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച നിന്റെ പിതാവായ ദൈവം ഞാനാണ്. പുസ്തകം 13:6. ഓക്കെ, സോറി, ഒരു സെക്കൻഡ്. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു. രണ്ടെണ്ണം ഞാൻ പറഞ്ഞല്ലോ. ഇത് രണ്ടും പഴയ നിയമമാണ്, സമ്മതിക്കുന്നു. ഞാൻ പുതിയ നിയമം അനുസരിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മത്തായിയുടെ സുവിശേഷം, അത് പുതിയ നിയമമാണ്, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17, ഗാന്ധിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം കേട്ടോ, 17 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തു പറഞ്ഞ തിരുവചനങ്ങളാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നത് പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗ്ഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അതായത് ഈ പറഞ്ഞ പ്രമാണങ്ങളിൽ ഒരു പുള്ളിയെങ്കിലും നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾ തള്ളുന്നത് ക്രിസ്തുവിനെയാണ്. അദ്ദേഹം പഴയ നിയമം തള്ളുകയാണെങ്കിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം അദ്ദേഹം ക്രിസ്തുവിനെയും തള്ളുന്നു.